ഹലോ എവരിവൺ, എക്സാം പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോട്ടും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും എക്സാം പോയിന്റ് റെഫറും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സ്കോർ എന്ത് ചെയ്യും +2 ലഭിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, പ്രോഗ്രാമിംഗ് പാരഡിഗമാണ്. അപ്പോൾ എന്താണ് ഈ പാരഡിഗം? പാരഡിഗം മീൻസ് നമ്മൾ മോഡൽസ് അല്ലെങ്കിൽ മാതൃക എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഇപ്പം ഒരു അല്ലെങ്കിൽ ഒരു മോഡൽ അല്ലെങ്കിൽ നമ്മൾ കാണിക്കില്ല, ഈ ഒരു മോഡൽ വേണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കില്ല. അപ്പോൾ അതേപോലെ പാരഡിഗം മീൻസ് എന്താണ്, ഒരു മോഡൽ അല്ലെങ്കിൽ മാതൃക എന്നാണ് പറയുന്നത്. അപ്പം പ്രോഗ്രാമിന് പല ടൈപ്പ് മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പല ടൈപ്പ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു മോഡലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എത്തിയത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കാം. അപ്പോൾ നോക്കാം, ഇറ്റ് ഡിനോട്ട്സ് വേ ഇൻ വിച്ച് പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത്, ഏത് രീതിയിലാണ് നമ്മൾ ഓർഗനൈസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതാണ് എന്തെന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഒരു പ്രോഗ്രാമിന് ഏത് രീതിയിലാണ് ഓർഗനൈസ് ചെയ്തത് അതാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി സ്മോൾ, ദർ ഈസ് നോ നീഡ് ടു ഫോളോ എനി ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ. കാരണം ഇതെന്താണ്, ഭയങ്കര സ്മോൾ ആണ്. കാരണം നമുക്ക് ഏതെങ്കിലും പ്രിൻസിപ്പിൾ വെച്ചിട്ടൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സം പാരഡിഗം ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രൊസീജിയർ വേറാസ് അതർ ഇമ്പോർട്ടൻസ് ടു ഡാറ്റ. കാരണം പല മോഡൽസും പലതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചിലത് എന്ത് ചെയ്യും, പ്രൊസീജിയേഴ്സിന്, അതിൻ്റെ എങ്ങനെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ല, എങ്ങനെ ചെയ്യണം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ചില പ്രോഗ്രാമിംഗ് പാരഡിഗം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഡാറ്റാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് പറഞ്ഞത്, ചിലത് എന്ത് ചെയ്യും പ്രൊസീജിയേഴ്സിനും, ചിലത് എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കും, ഡാറ്റയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും. ദ വേരിയസ് അപ്രോച്ചസ് ഇൻ പ്രോഗ്രാമിംഗ് ആർ മോഡുലാർ, ടോപ്പ് ഡൗൺ, ബോട്ടം അപ്പ് ആൻഡ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ പല ടൈപ്പ് പ്രോഗ്രാമിംഗ് പാരഡിഗം ഉണ്ട്. മോഡുലാർ പ്രോഗ്രാമിംഗ്, ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ്, ബോട്ടം അപ്പ് ആൻഡ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ്, ഏത് മോഡലിലാണ് നമ്മൾ എഴുതുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററി ഓഫ് പാരഡിഗം ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ ടൈപ്പ് പാരഡിഗം ഉണ്ട്, കുറേ ടൈപ്പ് മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു മോഡൽ എത്തി നിൽക്കുന്നതിൻ്റെ ഹിസ്റ്ററിയാണ് ജസ്റ്റ് കാണിച്ചത്. ആദ്യം അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, പിന്നെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, പിന്നെ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ്, മോഡുലാർ പ്രോഗ്രാമിംഗ്, നെക്സ്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുന്ന എന്ത് ടൈപ്പിലാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലാണ് ഇന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അൺസ്ട്രക്ചേർഡ് ആയിരുന്നു, കാരണം പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നുമില്ല, ചുമ്മാ നമ്മൾ എഴുതാൻ. പിന്നീട് എന്ത് വന്നു, സ്ട്രക്ചർ വന്നു 1960s. പിന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് വന്നു, അത് 1970 ഫോർട്ടൺ ഒക്കെയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ മോഡുലാർ പ്രോഗ്രാമിംഗ് 1980s. അതിനുശേഷമാണ് 1990s മുതലാണ് എന്ത് വന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് വന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഈ രണ്ട് പ്രോഗ്രാമിംഗ് മോഡൽസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു പ്രോഗ്രാമിംഗ് പാരഡിഗത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യം അൺസ്ട്രക്ചേർഡ് ആയിരുന്നു, പിന്നെ സ്ട്രക്ചേർഡ് വന്നു, പിന്നെ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് വന്നു, മോഡുലാർ പ്രോഗ്രാമിംഗ് വന്നു, പിന്നെ എന്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, എന്താണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഉണ്ട്, അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് പാരഡിഗം പറഞ്ഞു, അതിൻ്റെ അകത്ത് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. അപ്പോൾ നോർമലി നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയേഴ്സ് അനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതനുസരിച്ച് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന ഒരു പാരഡിഗമാണ് എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓർഗനൈസ് ദീസ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഫങ്ഷൻസ്. കാരണം നമുക്ക് മെയിനായിട്ട് കുറേ ഫങ്ഷൻസുകളെ എന്ന് വെച്ചാൽ ഡാറ്റയും ഫങ്ഷൻസും കൂടെ ചെയ്യുന്നത്, നമുക്ക് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റാക്കി വെച്ചിട്ട് അത് ആ ഒരു ഫോളോ അല്ലെങ്കിൽ ഫങ്ഷൻസിനാണ് ഓരോ ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും, കുറേ സെറ്റാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്,
പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് അഡീഷൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, കാരണം ഈ ഒരു ഫംഗ്ഷനുമായിരിക്കും മെയിനായിട്ട് അവിടെ ഇമ്പോർട്ടൻസ്. ഫംഗ്ഷൻസിനാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ അഡീഷൻ പറയുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ ഡാറ്റാസ് ആഡ് ചെയ്യാൻ ഡാറ്റാസ് കൊടുക്കണം. പക്ഷേ ഫംഗ്ഷൻസിനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, കുറേ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, അതിനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് മോഡലാണ് എന്ത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ് സച്ച് ആസ് സി, കോബോൾ ഈസ് നോൺ ആസ് എ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാം. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ആണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ്, കോബോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്ത് പോകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളാണ്. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻസിനെ, കാരണം കുറേ ഫംഗ്ഷൻസിനെയാണ് മെയിനായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പാരഡിഗമാണ് എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓർഗനൈസ് ദീസ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഫംഗ്ഷൻസ്. കുറേ ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ എന്താണ്, ഫംഗ്ഷൻസ് ആക്കിയിട്ട് ഓരോരോ ഫംഗ്ഷൻസ്, ആ ഫംഗ്ഷൻസിനാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓറിയൻറ്റ് അല്ലെങ്കിൽ ചെയ്ത് വെച്ചതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഹിയർ when the programming become larger and complex the list of instructions is divided into group into functions. ഇവിടെ എന്ത് പറയുന്നത്, നമുക്ക് വലിയ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ കുറേ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. കുറേ എന്താണ് ഫംഗ്ഷൻസ് ഒക്കെ ആയി നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞു ഫംഗ്ഷൻസ് ആക്കി അല്ലെങ്കിൽ കുഞ്ഞു പ്രോഗ്രാം ആക്കി മാറ്റിയിട്ട് അതിനെ എന്ത് ചെയ്യും, നമ്മൾ സോൾവ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ഫംഗ്ഷൻസ് ക്ലിയർലി ഡിഫൈൻ ദ പേർപ്പസ് ടു റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഫംഗ്ഷൻ അസോസിയേറ്റ് വിത്ത് എ കോമൺ ടാസ്ക് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു മൊഡ്യൂൾസ്. കാരണം നമ്മൾ ഈ ഒരു ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കുറേ, ഇപ്പോൾ നമുക്ക് വലിയൊരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കും. ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, കുറേ ഡിവൈഡ് ചെയ്യും, കുറേ കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഓരോന്നും 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. ഈ ഓരോ കഷ്ണങ്ങളാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ആക്കാൻ ഒരേ രീതിയിലുള്ള, കാരണം ഒരേപോലെ കുറേ എന്താണ് ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പുകളാക്കി, അല്ലെങ്കിൽ ഒരേപോലെ കുറേ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഗ്രൂപ്പുകളാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ വലിയൊരു പ്രോഗ്രാമിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കും. ഈ കഷ്ണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കാരണം വലിയൊരു പ്രോഗ്രാമിന്. അപ്പം പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊസീജിയേഴ്സ്, കാരണം ഒരു പ്രൊസീജിയർ ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഓരോ ഫംഗ്ഷൻസുകളാക്കിയിട്ട് ഫംഗ്ഷൻസിനാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത്രമാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫംഗ്ഷൻസിനായിരിക്കും. മറ്റേ ഡാറ്റയ്ക്ക് എന്ത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതിന് എക്സാമ്പിളാണ് എന്ത്, സി പ്രോഗ്രാമിങ്ങും കോബോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ആ വലിയ പ്രോഗ്രാം ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് ആക്കുന്നതിന്, ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പറഞ്ഞു, പക്ഷേ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉള്ള പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കുറേ ലിമിറ്റേഷൻസ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ടേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊസീജിയർ ഓറിയൻറ്റഡിൻ്റെ എന്താണ് പാരഡിഗത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്താണ്. അപ്പോൾ നമുക്ക് നോക്കാം ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നോക്കാം, ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ് ആണ്. അപ്പോൾ ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ആളുടെ എന്താണ് പേരോ കാര്യങ്ങളോ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഏജ് എന്തെങ്കിലും കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കുറേ ഡാറ്റാസ് കൊടുക്കും ഇല്ല, അവരുടെ നെയിമും ഏജും അല്ലേ, അങ്ങനെ കാര്യങ്ങൾ കൊടുക്കും. പക്ഷേ ഈ ഡാറ്റയ്ക്ക് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. ഫംഗ്ഷന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇമ്പോർട്ടൻസ് ഉള്ളൂ. കാരണം ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റയ്ക്ക്. കാരണം ഡാറ്റ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് എന്തില്ല, ഡാറ്റ അണ്ടർ വാല്യൂഡ് ആണ്. ദാറ്റ് മീൻസ് ഡാറ്റയ്ക്ക് എന്ത് കൊടുക്കുന്നില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഡാറ്റ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് പാരഡിഗം അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് എന്ത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ഓൺ ഡൂയിങ് തിങ്സ്. ഡാറ്റ ഈസ് ഗിവൺ ലെസ് ഇമ്പോർട്ടൻസ്. That is, any function can access and
എനി ചേഞ്ച് ഇൻ ഡാറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും, ഇവിടെ പറഞ്ഞു ലെസ് ഇമ്പോർട്ടൻസ് ആണ് എന്തിനു കൊടുക്കുന്നത്, ഡാറ്റ കൊടുക്കുന്നത്. കാരണം എന്താണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റിക്ക് മാത്രമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഫംഗ്ഷൻസിന് ഡാറ്റയ്ക്ക് എന്താ കൊടുക്കുന്നത്, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഫംഗ്ഷനും ആക്സസ് ചെയ്യാം, ഡാറ്റയ്ക്കൊക്കെ എന്ത് വരുത്താം, ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിങ് ന്യൂ ഡാറ്റ എലമെന്റ് നീഡ്സ് മോഡിഫിക്കേഷൻ ടു ഫങ്ഷൻസ്. കാരണം നമ്മൾ പറയുന്നുണ്ട് ആസ് എ ഫംഗ്ഷൻ ആക്സസ് ഗ്ലോബൽ ഡാറ്റ കനോട്ട് ബി ചേഞ്ച്ഡ് വിത്തൗട്ട് എനി മോഡിഫൈങ് ഫംഗ്ഷൻ ദാറ്റ് ആക്സസ് ഡാറ്റ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് പുതിയതായിട്ടൊരു എലമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. പുതിയതായിട്ടൊരു ഡാറ്റയോ വേറെ എന്തെങ്കിലും ഈ പ്രോഗ്രാമിൽ കൊടുക്കുന്ന സമയത്ത് മൊത്തമായിട്ട് എന്ത് വരുത്തണം, മോഡിഫിക്കേഷൻ വരുത്തണം. നമ്മൾ ഓടി വലിയൊരു പ്രോഗ്രാം എല്ലാം ഉണ്ടാക്കി വെച്ചു, അതിനകത്ത് എന്ത് ചെയ്യണം, നമ്മളൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഡാറ്റയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വൺ, മൂന്നാമത്തത് ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടൈപ്പ്. നമുക്ക് പുതിയ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താ, ഇൻറ്റിജർ, ക്യാരക്ടർ നമുക്ക് അറിയാമല്ലോ. അപ്പം പുതിയതായിട്ടൊരു ഡാറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദ എബിലിറ്റി ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് കോൾഡ് എക്സ്റ്റെൻസിബിലിറ്റി. എക്സ്റ്റെൻസിബിലിറ്റി ടു ഹെൽപ്പ് റെഡ്യൂസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി. പ്രൊസീജിയർ ലാംഗ്വേജ് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. നമുക്ക് പുതിയതായിട്ടൊരു ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നതിനെയാണ്, ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ എന്തില്ല, അങ്ങനെ ഒരു കഴിവ്, എബിലിറ്റി ഇല്ല. പറഞ്ഞാൽ മനസ്സിലായി, പുതിയതായൊരു ഡാറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടൈപ്പ്. എന്ന് വെച്ചാൽ പുതിയതായൊരു ഡാറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അകത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ അങ്ങനെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു എബിലിറ്റി ഇല്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നാലാമത്തത് പ്രൊവൈഡ് പ്യുവർ റിയൽ വേൾഡ് മോഡലിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ആർ നോട്ട് കൺസിഡർ ആസ് എ സിംഗിൾ യൂണിറ്റ്, സോ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ, സോ ഐദർ ഡാറ്റ നോർ ഫംഗ്ഷൻ കനോട്ട് ബി മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് എഫക്റ്റീവ്ലി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൊസീജിയർ ഇത് രണ്ടും എന്താണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടില്ല, ഡാറ്റ വേറെയും ഫംഗ്ഷൻസ് വേറെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരാൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അകത്തേക്ക് എടുക്കാനോ കാരണം നമുക്ക് മോഡൽ മാറ്റാനോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ അതും എന്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ, നോട്ട് കൺസിഡർ സിംഗിൾ യൂണിറ്റ്, സോ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ടു ഈച്ച്. രണ്ടും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സോ നെയ്ത് ഡാറ്റ നോർ ഫംഗ്ഷൻ കനോട്ട് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റ്. നമുക്ക് റിയൽ വേൾഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു റിയൽ വേൾഡ് അല്ലെങ്കിൽ നമുക്കൊരു റിയൽ ലൈഫായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതാണ് മെയിനായിട്ട് വരുന്ന എന്താണ്, ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലിമിറ്റേഷൻസ് പറഞ്ഞു. ഡാറ്റ അണ്ടർ വാല്യൂഡ് ആണ്, പുതിയതായിട്ട് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി പറ്റില്ല, ഡാറ്റ ടൈപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, റിയൽ ലൈഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതാണ് മെയിനായിട്ട് വരുന്ന ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ട് വന്ന പുതിയൊരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പാരഡിഗം മോഡൽസ് ഒക്കെ അല്ലെങ്കിൽ മോഡൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം ആണ്. ഓക്കെ ആണല്ലോ. ഇറ്റ് എലിമിനേറ്റ് ദ പ്രോബ്ലം ഇൻ ദ പ്രൊസീജിയർ പാരഡിഗം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ബൈൻഡ്സ് ദ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ ടു സിംഗിൾ യൂണിറ്റ് കോൾഡ് ഒബ്ജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ എല്ലാ ഡിസ്അഡ്വാൻറ്റേജും അല്ലെങ്കിൽ ലിമിറ്റേഷൻസും ഓവർകം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുതിയൊരു പാരഡിഗമാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിഗം എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയും ഫംഗ്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മറ്റേതിൽ എന്തേ ഇല്ല, രണ്ടും രണ്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ഒരു ഡാറ്റയും ഫംഗ്ഷനും എന്താണ്, ഒന്ന് തന്നെയാണുള്ളത്. ഇത് ഡാറ്റയും എന്താണ്, ഇത് ഫംഗ്ഷനും, ഇത് രണ്ടും കൂടെ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ഒരു സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റയ്ക്കാണ്. കാരണം ഡാറ്റയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുന്നുണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക നിങ്ങൾ, ഇൻ ഊപ്പ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനെ നമ്മൾ ഷോർട്ടാക്കി എന്താ വിളിക്കുന്നത്, ഊപ്പ് എന്നാണ് വിളിക്കുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഊപ്പ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഡിവൈഡ് ഇൻ ടു ഒബ്ജക്റ്റ്. കാരണം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, കുറേ ഒബ്ജക്റ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഡാറ്റ ഉണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ്. ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ യൂസിങ് ഫംഗ്ഷൻസ്. ഒബ്ജക്റ്റുകൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൻ്റെ കുറേ ഫംഗ്ഷൻസ് ഉണ്ടാവില്ല. ആ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്,
ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നോക്കിക്കേ നിങ്ങൾ. സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ടീച്ചറുടെ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ എന്തൊക്കെയുണ്ട്? ഈ രജിസ്റ്റർ നമ്പർ, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ഫീ, നെയിം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയാണ്. ഇതാണ് എന്ത്? ഡാറ്റ. ഗെറ്റ് സ്റ്റുഡൻറ്റ്, ഷോ സ്റ്റുഡൻറ്റ്, അപ്ഡേറ്റ് ഫീസ്. ഇതെന്താണ്? ഫങ്ഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് ടീച്ചറുടെ ഒബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് ടീച്ചർ നെയിം, ID, ഇതെന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷൻസ് ആണ്. ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ ഡാറ്റയും ഫങ്ഷൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റ് മനസ്സിലായല്ലോ. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ ആ ഡിസഡ്വാൻറ്റേജ് മുഴുവനായിട്ടും ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് പാരഡിഗം അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മോഡലാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വെക്കുക. എക്സാമിന് എന്ത് ചോദിക്കാറുണ്ട്? അതിൻ്റെ ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ഊപ്പ് സ്റ്റാൻഡ്സ് ഫോർ, ഊപ്പ് എന്നാണ് നമ്മൾ പറയുക. ഊപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതാണ് ഊപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു ഇല്ലേ? എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരത്തെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലിമിറ്റേഷൻസ് പറഞ്ഞില്ലേ? അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എന്ത് വരുമ്പം കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ ആണ്. അതിൽ ഫസ്റ്റ് വൺ, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡ്. നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, കോഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. മറ്റേതിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? കോഡൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കോഡൊക്കെ എന്ത് ചെയ്യാനും പറ്റും? മോഡിഫൈ ചെയ്യാനും പറ്റും. പ്രൊവൈഡ്സ് മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാം. പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ പ്രോഗ്രാമിന് കുഞ്ഞു നമ്മൾ മോഡ്യൂൾസ് പറഞ്ഞില്ലേ, അതേപോലെ സംഭവം എന്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റും? ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, കോഡ് ഷെയറിങ്. നമുക്ക് എന്ത് ചെയ്യാം? കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇൻഫർമേഷൻ ഹൈഡിങ്. ഡാറ്റ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്ത് വെക്കാം. എല്ലാവർക്കും ഒരേ ടൈം നമുക്ക് ആക്സസ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാൻ വേണ്ടി എന്തിൽ പറ്റും? ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമുക്ക് പറ്റുന്നതാണ്. കാരണം ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഡാറ്റാസും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം, ഓപ്ഷൻ എന്തിലുണ്ട്? ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഉണ്ട്. അതേപോലെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. കാരണം നമുക്ക് അബ്സ്ട്രാക്ട് ആയ ഡാറ്റ ടൈപ്പിന് ഭയങ്കര ഗുഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം നേരത്തെ ലിമിറ്റേഷൻ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈസി മെയിൻ്റനൻസ് ആൻഡ് മോഡിഫൈ ദ കോഡ്, ദെൻ പ്രൊവൈഡ് ദ മോഡുലാർ സ്ട്രക്ചർ, കോഡ് ഷെയറിങ്, ഇൻഫർമേഷൻ എന്താണ്? ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇത്രയും. പിന്നെ അതേപോലെ തന്നെ ഇറ്റ്സ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറ്റിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ഓക്കെയാണല്ലോ. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് 2 മാർക്കിനൊക്കെ. അപ്പം നോക്കി വെക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്പ്. കാരണം ഇത് നിങ്ങൾ ഡിഗ്രി ലെവലിൽ പോയാലും അല്ല ഏത് ലെവലിൽ പോയാലും നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു സംഭവമാണ് കൺസെപ്റ്റ് ഓഫ് ഊപ്പ് എന്ന് പറയുന്നത്. പൈവേക്കും അല്ലാതൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്പ് എന്ന് പറയുന്നത്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ത് ഇതിൽ നിന്ന്. അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന കൺസെപ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ്, ക്ലാസസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്പ് എന്ന് ചോദിക്കാം, ജസ്റ്റ് 2 മാർക്കിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പേര് എഴുതി കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യാം? ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5 മാർക്കിന് കംപ്ലീറ്റ് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഒബ്ജക്റ്റ് ആർ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് സച്ച് ആസ് എ പേഴ്സൺ, സ്റ്റുഡൻറ്റ്, ബുക്ക്, കാർ, എക്സെട്ര. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡ് ആയിട്ട് കാണുന്ന കുറേ എന്താണ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒബ്ജക്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പേഴ്സൺ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്, കാർ, TV, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഓരോ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒബ്ജക്ട്സ് ആർ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ്. ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റയും ഫംഗ്ഷനും കമ്പൈൻ ചെയ്താണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് പറയുകയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റ ഉണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും. അതുകൂടാതെ ഒബ്ജക്റ്റ് ഹാസ് യുണീക്ക് ഐഡൻറ്റിറ്റി. അതിന് എന്തുണ്ടാവും? യുണീക്ക് ആയിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാവും. സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയറും ഉണ്ടാവും.
ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു ബിഹേവിയർ ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് മെസ്സേജ്. ഒബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്തിട്ട് അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയൽ വേർഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്. ഇപ്പം സ്റ്റുഡൻ്റ് ആവാം, പേഴ്സൺ ആവാം, ബുക്ക് ആവാം, കാർ ആവാം, ഇതൊക്കെ എന്ത് തന്നെയാണ്, ഒബ്ജക്റ്റുകളാണ്. ഒബ്ജക്റ്റ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, ഡാറ്റയും ഫംഗ്ഷനുമാണ് ഒബ്ജക്റ്റിനകത്ത് ഉണ്ടാവുന്നത്. അതുകൂടാതെ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അതുകൂടാതെ ഒബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് സ്റ്റേറ്റ് എന്താണ്, രജിസ്റ്റർ നമ്പർ. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫായി നോക്കുകയാണ്, സ്റ്റുഡൻറ്റിന് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, രജിസ്റ്റർ നമ്പർ, നെയിം, ഏജ്. ബിഹേവിയർ എന്താ, രജിസ്റ്റർ, ചേഞ്ച്, മാർക്ക്, ചേഞ്ച്, ഹൈറ്റ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അതേപോലെ റേഡിയോ, ഡോഗ്, ക്ലോക്ക്, കാറ്, അല്ലേ, ഇതൊക്കെ എന്താണ്, നമ്മൾ ജസ്റ്റ് റിയൽ ലൈഫായി. പിന്നെ അതുപോലെ സ്റ്റാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാക്ക് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അറേ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. വിൻഡോൻ്റെ സ്റ്റേറ്റ് എന്ന ടോപ്പ് ലെഫ്റ്റ് നെയിം, കറണ്ട് സ്റ്റേറ്റ്. അതിൻ്റെ ബിഹേവിയർ എന്താ, മിനിമൈസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക, ഫംഗ്ഷൻസും അതിൻ്റെ ഡാറ്റയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർത്ത് വെക്കുക, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള എൻറ്റിറ്റി ആണ്. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഡാറ്റയും ഫംഗ്ഷനും കമ്പൈൻ ചെയ്താണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു ഒബ്ജക്റ്റ്. ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തെ കൺസെപ്റ്റാണ് ക്ലാസ്സസ്. ഈ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഡിഫൈൻ ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ്. ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ആണ്. എന്തിൻ്റെ, കുറേ ഡാറ്റയും ഫംഗ്ഷൻസിൻ്റെ ഒക്കെ നമ്മളൊരു ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എന്താണ്, ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ രീതി പറയുകയാണെങ്കിൽ കുറേ ഒബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ എന്താണ്, കളക്ഷൻ ഓഫ് എ ഒബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ക്ലാസ്സസ് ആർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് വിച്ച് കണ്ടെയ്ൻ ബോത്ത് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഒബ്ജക്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡാറ്റയും ഫംഗ്ഷൻസ് ഉണ്ടാവും. ഈ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ് എന്ന് പറഞ്ഞത് എന്താണ്, കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതി വെക്കുക, ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. പിന്നെ എന്ത് പറയാം, ക്ലാസ് ഈസ് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ മെസ്സേജ് പാസിംഗ്. കാരണം ഈ ഒബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ മെസ്സേജ് പാസ് നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോട്ടോടൈപ്പിംഗ് ബ്ലൂ പ്രിൻ്റ് ആണ്. then അത് കൂടാതെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അതുകൂടാതെ പിന്നെ നമുക്ക് എന്ത് പറയാം, ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി ക്ലാസ്സിനെ കുറിച്ചിട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്കൊരു ക്ലാസ്സിന് എക്സാമ്പിൾ നോക്കാം. ഇഫ് സ്റ്റുഡൻറ്റ് ഈസ് എ നെയിം ഓഫ് C++ ക്ലാസ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലാസ് നെയിം ആണ്. ടു ക്രിയേറ്റ് ടു ഒബ്ജക്റ്റ് നെയിം ആണ് എന്ത്, S1 ഉം S2. ഞാൻ പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പം ക്ലാസ്സിൻ്റെ നെയിം എന്താ, സ്റ്റുഡൻ്റ് ആണ്. അതിൽ രണ്ട് ഒബ്ജക്റ്റ് ആണ് എന്ത്, S1 ഉം S2. അപ്പോൾ S1 എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണ്, S2 എന്ന് പറഞ്ഞത് എന്താണ്, അടുത്ത വേറൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പം S1 എന്തൊക്കെ ഉണ്ട്, നമ്മൾ ഡാറ്റ ഉണ്ട്, അതേപോലെ എന്താണ്, ഫംഗ്ഷൻ ഉണ്ട്. ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലോ, കാരണം കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് എന്ത്, ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ അകത്ത് കുറേ ഒബ്ജക്റ്റുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് ആണ്. ദെൻ അതിൻ്റെ അകത്ത് രണ്ട് ഒബ്ജക്റ്റുകളാണ് എന്ത്, S1 S2. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3, പിന്നെ രജിസ്റ്റർ നമ്പർ മാർക്ക് സെയിം തന്നെയാണ്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ നെയിം എന്തായിരിക്കും, വ്യത്യാസം, അല്ലെങ്കിൽ അതിന് നമ്പർ എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇതാണൊരു ക്ലാസ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ക്ലാസ് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വേരിയബിളൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല, അതേപോലെ നമുക്ക് എന്ത് ഡിക്ലെയർ ചെയ്യണം, ക്ലാസ്സും ഡിക്ലെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമാണ് പറയാൻ വേണ്ടി പോകുന്നത്, ജനറൽ ഫോം ഓഫ് എ ക്ലാസ് ഡിക്ലറേഷൻ. അപ്പോൾ ക്ലാസ് നെയിം, ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കീവേഡ് ആണ്. ദെൻ ക്ലാസ് നമ്മൾ എന്ത് കൊടുക്കും, നെയിം കൊടുക്കും, ബ്രേസ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് കൊടുക്കുക, പ്രൈവറ്റ് പബ്ലിക് അത് നമ്മൾ കൊടുക്കുക. പ്രൈവറ്റ് നമ്മൾ ഡിഫോൾട്ടായിട്ടാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ പുറത്തുനിന്ന് വേറെ ഒരു ക്ലാസ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൈവറ്റിൽ കൊടുത്ത സംഭവങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റില്ല. വേരിയബിൾ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിനുള്ളിൽ ഡിക്ലെയർ ചെയ്തു. ദെൻ പബ്ലിക് കൊടുത്താൽ എന്താണ്, നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ഫംഗ്ഷൻ. കാരണം പബ്ലിക് നമ്മൾ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അതാ പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലെയർ ഇൻസൈഡ് ദ ക്ലാസ് ആർ നോൺ ആസ് എ മെമ്പർ ഫംഗ്ഷൻ. ഈ ഒരു സംഭവം നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻ ഡിക്ലെയർ ഇൻസൈഡ് ദ ക്ലാസ്. നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെമ്പർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും, മെമ്പർ ഫംഗ്ഷൻ എന്നും. വേരിയബിൾ നമ്മൾ ക്ലാസ്സിന് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും,
ഡാറ്റ മെമ്പർ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലാസ് നെയിം ദെൻ പ്രൈവറ്റ് ആയിട്ട് മൊത്തം പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രൈവറ്റ് കൊടുത്തു പബ്ലിക് കൊടുത്തു. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? മെമ്പർ ഫംഗ്ഷൻ എന്നും. അതേപോലെ ഡാറ്റയാണ് അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡാറ്റ മെമ്പർ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇതിന് അതിനൊരു എക്സാമ്പിളാണ് ക്ലാസ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് നെയിമാണ്, ഓപ്പൺ ബ്രേസ്, പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇൻറ്റ് ഹൈറ്റ് കളർ. ഇതെന്ന് പറയുന്നത് ക്ലാസ് മെമ്പേഴ്സ് ആണിത്. ദെൻ പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഫംഗ്ഷൻ ഇവിടെ കൊടുത്തു, വോയിഡ് ഗെറ്റ് ക്യൂബ് ഇൻഫോ എന്ന് കൊടുത്തു. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു? എൻ്റർ ദ ഹൈറ്റ് കൊടുത്തു, എന്താണ് സീൻ ഹൈറ്റ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്തു, സി ഔട്ട് കൊടുത്തു, കളർ കൊടുത്തു, ദെൻ സീനായിട്ട് കളർ എടുത്തു. ഇതാണ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെമ്പർ ഫംഗ്ഷൻ ഓർ മെത്തേഡ് ബിഹേവിയർ ആണിത്. ദെൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിക്ലെയർ ചെയ്യുക. ക്ലാസ് നെയിം ദെൻ ഓപ്പൺ ബ്രേസ് കൊടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ പ്രൈവറ്റിൽ കൊടുക്കുക, ദെൻ പബ്ലിക്കിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഫംഗ്ഷൻ നമ്മൾ ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നതാണ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? മെമ്പർ ഫംഗ്ഷൻ എന്നും. നമ്മൾ വേരിയബിൾ ആണ് ക്ലാസ്സിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡാറ്റ മെമ്പർ എന്ന് വിളിക്കും. ആ കാര്യം എല്ലാവരും ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ.